നമസ്കാരം, ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. US പ്രവാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു വാർത്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് ഗ്രീൻ കാർഡ്. അടുത്ത വർഷം ഏകദേശം 50,000-ൽ അധിക ഗ്രീൻ കാർഡുകൾ ലഭ്യമാണെന്ന വാർത്ത US-ലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. ഇന്ന് നിരവധി ആളുകളാണ് US വിസയ്ക്കും ഗ്രീൻ കാർഡിനുമായി കാത്തിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് 2ാം ടേമിൽ അധികാരത്തിൽ പ്രവേശിച്ചപ്പോൾ മുതൽ കുടിയേറ്റ നിയമങ്ങളും രാജ്യത്തെ നിയമങ്ങളും ശക്തമാക്കിയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. വിസയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് പഴയതുപോലെ വിസ ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുപോലെ വർഷങ്ങളായി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി അഥവാ ഗ്രീൻ കാർഡിനുള്ള കാത്തിരിപ്പ് എത്രത്തോളം ദുഷ്കരമാണെന്ന്. പ്രത്യേകിച്ചും ഇന്ത്യക്കാർ നേരിടുന്ന ബാക്ക്ലോഗുകൾ പരിഗണിക്കുമ്പോൾ ഇതൊരു നിസ്സാരമായ മാറ്റമല്ല. 75ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രന്റ് വിസകൾക്ക് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഈ അധിക വിസകൾ ലഭ്യമാകാൻ വഴിതെളിക്കുന്നത്. ഇത് എങ്ങനെയാണ് US-ലുള്ള പ്രവാസികളെ ബാധിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ നിയമവ്യവസ്ഥയിൽ ഓരോ രാജ്യത്തിനും നിശ്ചിത ശതമാനം വിസകൾ മാത്രമേ ഒരു വർഷം നൽകാവൂ എന്ന പെർ കൺട്രി ക്യാപ് നിലവിലുണ്ട്. എന്നാൽ ചില രാജ്യങ്ങൾ അവർക്ക് അനുവദിച്ച വിസകൾ പൂർണ്ണമായി ഉപയോഗിക്കാതെ വരുമ്പോൾ ആ വിസകൾ ഇന്ത്യയെ പോലെ വലിയ ബാക്ക്ലോഗ് ഉള്ള രാജ്യങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ് പതിവ്. ഇവിടെയും സംഭവിക്കുന്നത് അതുതന്നെയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുറവ് ഇന്ത്യക്കാർക്ക് ഗുണകരമാകുന്നു. ഇത് വെറുമൊരു ഔദ്യോഗിക കണക്കല്ല, മറിച്ച് ഇവിടെ H-1B വിസയിലും മറ്റും വർഷങ്ങളായി കഴിയുന്ന ആയിരക്കണക്കിന് മലയാളികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഗ്രീൻ കാർഡ് ലഭിക്കുന്നതോടെ നമ്മുടെ തൊഴിൽ സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നു. കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിലെ നൂലാമാലകൾ കുറയുന്നു. ചുരുക്കത്തിൽ അമേരിക്കൻ സമൂഹത്തിന്റെ ഭാഗമായി കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾ നൽകുന്ന സംഭാവനകൾ ഇവിടുത്തെ ഭരണകൂടം കൂടുതൽ ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. നമ്മുടെ നാട്ടിലെ മിടുക്കരായ ആളുകൾ US-ൽ വന്ന് ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും സമൂഹത്തിന്റെ പുരോഗതികളിൽ പങ്കാളികളാവുകയും ചെയ്യുമ്പോൾ അവിടെ സ്ഥിരതാമസം അനുവദിക്കുക എന്നത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. US-ലെ പ്രാദേശിക വിപണിയിലും തൊഴിൽ മേഖലയിലും ഇന്ത്യൻ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ പുതിയ നീക്കം അടിവരയിടുന്നു. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ നയതന്ത്ര ബന്ധത്തിലും പ്രവാസി സമൂഹത്തിന്റെ ഈ വളർച്ച വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ കൂടുതൽ ശക്തരാകുമ്പോൾ അത് ഇന്ത്യയുടെ കൂടി താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കരുത്തായി മാറുന്നു. US-ലെ നിയമനിർമ്മാണ സഭകളിലും നയരൂപീകരണത്തിലും ഇന്ത്യൻ വംശജരുടെ ശബ്ദമുയരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ വിസ പരിഷ്കാരം ആ പ്രക്രിയ വേഗത്തിലാക്കും. എന്നാൽ ഈ അവസരം കൃത്യമായി വിനിയോഗിക്കാൻ നാം US-ലെ ഓരോ നിയമമാറ്റങ്ങളെയും ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണിത്. ഇത് ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിന് ലഭിക്കുന്ന അംഗീകാരമായി കാണാം. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഗ്രീൻ കാർഡ് സ്വപ്നം കാണുന്നവരുടെ കൈകളിലേക്ക് വേഗം ഗ്രീൻ കാർഡ് എത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.